ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു മെത്തേഡിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. മെത്തേഡല്ല, ഒരു ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാനും കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം ഇത് 2 പേർക്ക് കട്ട് ചെയ്യാനുള്ള കേക്കാണ്. 2 പേരുടെയും പേര് അതിൽ കൊടുക്കണം. പേര് ഒറിജിനൽ നെയിം അല്ല കൊടുക്കുന്നത്, അവരുടെ ഇരട്ട പേരാണ് കൊടുക്കേണ്ടത്. ഇത് 1/2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും പേര് എഴുതാനായിട്ട് കുറച്ച് അധികം സ്ഥലവും വേണം. പിന്നെ അതിനുള്ളിൽ ഒരു ഡിസൈൻ നന്നായിട്ട് കൊടുക്കണം. 2 പേർക്കും കട്ട് ചെയ്യേണ്ട സ്ഥലം പാർട്ടിഷൻ ചെയ്ത് വേണം അത് പേരെഴുതാനും വേണ്ടിയിട്ടും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രമാണ് ഇതിന് മുന്നിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുകയും ചെയ്തു. ഈ ഒരു പല വർണ്ണത്തിലുള്ള ഡിസൈൻ കൊടുക്കുന്നതിനും കാരണമുണ്ട്. ഈ കേക്ക് കട്ട് ചെയ്യുന്നതിൽ ഒരാളുടെ പേര് പഞ്ചവർണ്ണൻ എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പണിയാണ് കേട്ടോ ഈ ഒരു കേക്ക് വെച്ചിട്ട്. അവരുടെ 2 സുഹൃത്തുക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മറ്റ് സുഹൃത്തുക്കൾ തന്നിട്ടുള്ള ഒരു കേക്ക് ഓർഡറാണ്. അതിൽ ഒരാളുടെ പേര് പഞ്ചവർണ്ണൻ എന്നും ഒരാളുടെ പേര് മണ്ണാങ്കട്ടയെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മണ്ണാൻകട്ടയ്ക്ക് മേച്ചായിട്ട് ഇതിലൊന്നും വരുന്നില്ല, പഞ്ചവർണ്ണന് മേച്ചായിട്ട് വരുന്നുണ്ട്. എനിക്ക് ആ 2 പേരും 2 അറ്റത്ത് എഴുതണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ ചെയ്തതും അതിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തതും 2 പേര് എഴുതി കൊടുത്തിട്ടുള്ളതും. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ഒരു കേക്ക് വാങ്ങാൻ വന്നപ്പോൾ കേക്ക് കണ്ടിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പുറം ഇപ്പുറം നിർത്തി എന്തായാലും ഇതിനെ മുറിപ്പിക്കാമല്ലോ, പേര് കൂടി കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഭയങ്കര ചിരിയായിരുന്നു, പൊട്ടി ചിരിയായിരുന്നു. അപ്പോൾ ആ മക്കളുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായി. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.